ചൂരൽമലയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അസ്ലം, ഈ ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിരുന്നു പൂർണ്ണതോതിൽ തിരച്ചിൽ അവിടെ നടന്നു കഴിഞ്ഞിട്ടില്ല ഇനിയും. പക്ഷേ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. പക്ഷേ NDRFന്റെ സംഘത്തെയൊക്കെ ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ മണ്ണ് മാറ്റിക്കൊണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ദൗത്യം അവിടെ നടക്കേണ്ടതുണ്ട്. കാരണം അത്രയധികം വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒക്കെ വന്നടിഞ്ഞ് കിടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ആ രീതിയിലുള്ള ഒരു പൂർണ്ണ തോതിലേക്കുള്ള ദൗത്യത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വരും മണിക്കൂറുകളിൽ അതിനുള്ള സാധ്യതയുണ്ടോ? സ്കൂൾ റോഡിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്കൂൾ റോഡിൽ ഇനിയും തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിനൊരു സെക്ടറായി തിരിച്ചുകൊണ്ട് അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. NDRF സംഘം ഇപ്പോ കണ്ടോ, ഇപ്പോ NDRF സംഘത്തിന് കിട്ടിയിരിക്കുന്നത് അവിടെ ഒരു വീട്ടിലെ ഒരു ചിത്രമാണ്. അതായത് അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എല്ലാം ചിത്രമാണ്. ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകട്ടെ എന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ രക്ഷപ്പെട്ടവരാണോ എന്ന് നമുക്കറിയില്ല. ശരിക്കും ഇവിടെ ഇനി ഇത് മാറ്റണം, എന്നാലും അറിയാൻ പറ്റുന്നു. അതെ, കൃത്യമായി ഈ ഏരിയ നമ്മൾ ഇനി ഡീപ്പായിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ വയ്ക്കുന്ന മരങ്ങളെല്ലാം മാറ്റി മാത്രമേ നമുക്ക് ഇനി ഡീപ്പായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റൂ. കാരണം അരയോളം വെള്ളത്തിൽ ഇപ്പോഴത്തന്നെ ചെളി ഇവിടെ ഉണ്ട്. നമ്മുടെ ജവാന്മാരെല്ലാം സെർച്ച് ഓപ്പറേഷനിൽ നടക്കുകയാണ്. ഇവിടെ മാത്രമല്ല ഈ സ്കൂളിന്റെ മറു സൈഡിലും. കാരണം ഇവിടെ നിന്ന് ഒരുപാട് ഡെഡ് ബോഡീസ് നമ്മൾ നേരത്തെ കിട്ടിയതാണ്. അതുകൊണ്ട് ചാൻസസ് ഇനിയും ഉണ്ട്. ഇത് മൊത്തം JCB കൊണ്ട് മാറ്റി നമുക്ക് നോക്കേണ്ടത്. അതെ, ഹിറ്റാച്ചി കൊണ്ട് ഈ മരങ്ങളും കുറച്ച് സ്ലാബ്സ് ഉണ്ട്, അതൊക്കെ ഇനി കട്ട് ചെയ്ത് അത് മാറ്റേണ്ടി വന്നാലേ നമുക്ക് ഡീപ്പായിട്ട് സെർച്ച് ചെയ്യാൻ കഴിയും. ഇവിടെ ഇങ്ങനെ മണം ഉണ്ടോ? ഒരു പ്രത്യേക ഒരു സ്മെല്ല് ഉണ്ട്. നമ്മൾ ഡോസ് കോഡ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യും. ഇനി ആ ഒരു സ്പെസിഫൈഡ് പോയിന്റിന് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് മാത്രമേ ഇനി നമുക്ക് മാറ്റി സെർച്ച് ചെയ്യാൻ പറ്റൂ. തീർച്ചയായും സ്കൂൾ റോഡും ഒരിക്കൽ വീണ്ടും പരിശോധനകൾ വേണ്ടതാണ് എന്നതാണ് നമുക്ക് ഓരോ സമയവും പുതുതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം NDRF സംഘം ഇവിടെ പരിശോധന നടത്തുമ്പോൾ പല സ്ഥലത്തു നിന്നും മണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുന്നു. കാരണം ഇവിടെ ഇപ്പോഴും മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ മരം അടിഞ്ഞുകൂടിയ സ്ഥലം എന്ന് പറയുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടിയ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മാറ്റി കോൺക്രീറ്റ് കൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ശരിക്കും അവിടെ മൃതദേഹങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന തുടരണമെന്നാണ് NDRF സംഘം പറയുന്നത്. എന്തായാലും പരിശോധന നടത്തുന്നുണ്ട്. ജയ്സൽ, ഈ ഭാഗത്തുകൂടി നമുക്ക് വരാൻ കഴിയുമെങ്കിൽ ജയ്സൽ, അതായത് ഇവിടെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പലപ്പോഴും പല സാധനങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കും. വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് ഒരുപക്ഷെ ഇപ്പോൾ നമ്മളെ ഈ ഒരു ദുരന്ത ഭൂമിയിൽ വന്ന് കാണുമ്പോൾ പലതും നമുക്ക് വേദന നൽകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ജയ്സൽ നൽകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഒരു മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തേടിയ ഒരു മനുഷ്യന്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ മുഹമ്മദ് അലി എന്നാണ് തോന്നുന്നു. മുഹമ്മദ് അലി എന്നാണ് അയാളുടെ പേര്. പണക്കാടൻ വെള്ളരിമല, പണക്കാടൻ വീടാണ്. വെള്ളരിമല ചൂരൽമല എന്ന് പറയും ഈ സ്ഥലത്തുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. പക്ഷേ ഈ ഒരു ദുരന്തത്തിൽ അദ്ദേഹം പെട്ടിട്ടുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അവരുടെ ID കാർഡുകൾ, ആധാർ കാർഡുകൾ, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ, ഒരു മുഹമ്മദ് അലിയുടേത്, അതോടൊപ്പം തന്നെ പല ആൾക്കാരുടെയും, അദ്ദേഹത്തിന് തന്നെ പലതരത്തിലുള്ള ഡിസേബിലിറ്റി ID ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളൊരു ഭിന്നശേഷിക്കാരനാണ്. ഡിസബിലിറ്റി ID ഉള്ള ഒരാളാണ്. അതായത് അങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനായ ഒരാളുടെ ഒരു ജമീൽ, ഒരുപക്ഷെ അവരുടെ കുടുംബത്തിലുള്ള ആണോ നമുക്കറിയില്ല, ഒരാളുടെ കാണുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകളുടെ ബാങ്ക്, നമുക്കറിയാം ബാങ്ക് അക്കൗണ്ടും ബാങ്ക് പാസ്ബുക്കും ഒക്കെ ഇതിലുണ്ട്. ഇതൊക്കെ നമ്മൾ എത്ര ഗൗരവത്തോടു കൂടി എത്രയും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ നമ്മളുടെ ഒരു RC ബുക്കുണ്ട്. ഇതൊക്കെ ശരിക്കും ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ വന്ന് കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ ജിൽസി നമ്മൾ വ്യക്തിപരമായി നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മളുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരു വീടെല്ലാം പൊളിഞ്ഞ് ഒരു ദുരന്ത ഭൂമിയുടെ ഭാഗമായി അത് കാണുമ്പോൾ നമുക്കത് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് തന്നെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ വെള്ളാർമല സ്കൂൾ റോഡിലാണ്. ആ സ്കൂൾ റോഡിൽ
ഇനിയും പരിശോധനകൾ നടത്താനുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന നടത്തേണ്ട 6 സെക്ടറിൽ ഒന്നായി ഇത് കണ്ടെത്തിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് NDRF സംഘം ഇവിടെ പരിശോധന നടത്തുന്നത്. മറ്റ് സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെ വരും. അതേസമയം ആളുകളുടെ കൈകൊണ്ട് പരിശോധന നടത്താൻ പറ്റുന്ന സ്ഥലമല്ല. ഇനി ഈ ഹിറ്റാച്ചി കൊണ്ടുവന്ന് ഈ മരങ്ങൾ മാറ്റണം. അതല്ല, പല കോൺക്രീറ്റുകളും കട്ട് ചെയ്യാനുണ്ട്. അവിടെ ഇപ്പോൾ അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു മണം, ഒരു സ്മെല്ല് അനുഭവിച്ച സ്ഥലത്താണ്. അവിടെ പറ്റുമെങ്കിൽ നായകളെ കൊണ്ട് പരിശോധിപ്പിക്കാൻ അവർ നോക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഒരുപക്ഷെ മൃതദേഹം കാണാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ട് അവിടുത്തെ തടിയും കല്ലും ഒക്കെ മാറ്റി NDRF സംഘം പരിശോധന നടത്തിയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇങ്ങനെ നിരവധി ഈ വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്ത്, കാരണം അവിടെ വന്ന അടിഞ്ഞ ഭാഗങ്ങൾ ഒന്നാണ്. നേരത്തെ നമ്മൾ വില്ലേജ് ഓഫീസ്, വില്ലേജ് റോഡ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഈ മലവെള്ള ഈ ഉരുൾപൊട്ടൽ വന്ന് അടിഞ്ഞ സ്ഥലങ്ങളിൽ ഒരു ഭാഗമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്ന ഈ സ്കൂൾ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വെള്ളാർമല സ്കൂളിന്റെ ഈ കെട്ടിടം ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ചൂരൽമല എന്ന് പറയുന്ന ടൗൺ തന്നെ, അവിടെ ആ പറയുന്ന കടകള്, അവിടെ പള്ളി ഉൾപ്പെടെയുള്ള മുഴുവൻ നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും നശിച്ചു പോകുന്ന അവസ്ഥ. കാരണം നമ്മൾ ഈ കാണുന്ന പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗമുണ്ടല്ലോ, അവിടെയാണ് വന്ന് അടിഞ്ഞത്. അല്ലെങ്കിൽ ഈ ഒരു മലവെള്ളപ്പാച്ചിൽ വന്ന് തടത്തു നിർത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു കെട്ടിടമാണ്, സ്കൂൾ കെട്ടിടമാണ്. ഈ സ്കൂൾ കെട്ടിടം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മുണ്ടക്കൈയെ കുറിച്ച് പറയുന്നത് പോലെ ചൂരൽമല എന്ന് പറയുന്ന നഗരം, അന്നൊരു ചെറിയൊരു ഗ്രാമം, ആ ഒരു ടൗൺ, ഒരു കടകളൊക്കെ തുടങ്ങിയ ഒരു അങ്ങാടി, അത് പൂർണ്ണമായി തന്നെ നശിച്ചുപോയതിനെ. ഈ 2 കെട്ടിടങ്ങളാണ് ഒരുപക്ഷെ ചൂരൽമല ടൗണിലേക്ക് പോകാതെ ഇതിനെ വഴിതിരിച്ചു വിട്ടത് എന്ന് പറയാം. എന്തായാലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും തെരച്ചിൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ, കാരണം ഒന്ന് കാണാത്തവരുടെ എണ്ണം വളരെ വലുതാണ്. 2 പല സ്ഥലത്തും വലിയ മരങ്ങളും കൂടിക്കിടക്കുന്നു, ചെളി കൂടിക്കിടക്കുന്നു, കെട്ടിക്കിടക്കുന്നു. ഇത് മാറ്റിയാൽ മാത്രമേ ഇവിടെ ഒന്നുമില്ല എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ, ഇവിടെ മൃതദേഹങ്ങളില്ല എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ്, എത്ര ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണ് ആയിരിക്കും ഈ ദൗത്യം എന്ന് പോലും പറയാൻ കഴിയാത്ത വിധം വ്യാപ്തിയുള്ളതാണ് ഈ ഉരുൾപൊട്ടൽ. ചൂരൽമല അല്ല മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടൽ. എന്തായാലും രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ തുടരുന്നു എന്ന് കുറച്ചുകൂടി തീർച്ചയായും അസ്ലം, ഇത് എത്ര ദിവസം, എത്ര ആഴ്ചകൾ, എത്ര മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് പോലും ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. അവിടെ രക്ഷാദൌത്യം തുടരുന്നതിന്റെ കാഴ്ചകളാണ് കണ്ടത്. വെള്ളാർമലയിൽ നിന്നാണ് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്കൂൾ നമുക്ക് അവിടെ കാണാം. ഒരുപക്ഷെ ചൂരൽമല എന്നൊരു ഗ്രാമത്തെ മുഴുവനായി തുടച്ചു നീക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഉരുൾപൊട്ടലിന് കഴിയാതിരുന്നെങ്കിൽ ആ സ്കൂൾ അതിനെ തടഞ്ഞു നിർത്തി, വഴിമാറ്റി നിർത്തിയത് കൊണ്ടാണ്. സ്കൂളിന്റെ ഒരു ഭാഗം തകർന്ന നിലയിലാണെങ്കിൽ പോലും ഒരു നാടിനെ മുഴുവൻ രക്ഷിച്ച ഒരു സ്കൂളിന്റെ ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത്. ആ സ്കൂളിനൊരു മാതൃകാ സ്കൂളാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയിരുന്നു. ഒരു വെള്ളപ്പൊക്കത്തിലോ ഒരു ഉരുൾപൊട്ടലിലോ തകരാത്ത രീതിയിലുള്ള ഒരു സ്കൂൾ നിർമ്മിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ, വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അസ്ലം ഇന്ന് കാണിച്ച ദൃശ്യങ്ങളിൽ വളരെ ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ എപ്പോഴും സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി കാർഡുകളൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ഇവരിൽ എത്രത്തോളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്, എത്രത്തോളം ആളുകൾ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇതുപോലും കയ്യിലെടുക്കാൻ കഴിയാതെ മരണത്തിലേക്കോ ഒരുപക്ഷെ ജീവിതത്തിലേക്കോ ഓടി രക്ഷപ്പെട്ട ആളുകളാണ് ഇവർ. അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്.